أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 182ാമത്തെ ക്ലാസ്സിലാണ്, രണ്ടാമത്തെ ബാച്ചിലെ 182ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അതിൻ്റെ ഹക്ക് പോലെ, അതിൻ്റെ മുറ പോലെ, അതിൻ്റെ നിയമങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് നിമിത്തമാകുന്ന ഒരു വലിയ സബബായി അല്ലാഹു തആല തദ്രീബ് ഖബൂലാക്കട്ടെ. ഇതിന് നമുക്ക് വഴിയൊരുക്കിയ നമ്മുടെ ആലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം അവരുടെ തണലിൽ ജീവിക്കാൻ നമുക്കും അവർക്കൊരുപാട് കാലം ഇസ്സത്തോടെ ഹിമ്മത്തോടുകൂടെയുള്ള ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഇന്ന് സൂറത്തുൽ ലുഖ്മാൻ ആണ് ഓതാനുള്ളത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് തജ്വീദുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്പായിട്ട് പറയാനുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ കൂടി നമുക്ക് ഒന്ന് ഓതാം. സൂറത്തുൽ ലുഖ്മാൻ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ലുഖ്മാൻ എന്നാണ്. ചരിത്രത്തിൽ പലരും വായിച്ചിട്ടുണ്ടാവും ലുഖ്മാനുൽ ഹക്കീം എന്ന വലിയ മഹാനെക്കുറിച്ച്. കമൻറ്റ് ബോക്സിൽ എന്താണ് ഈ സൂറത്തിൽ പരാമർശിച്ച, സൂറത്തിൻ്റെ പേരുകൊണ്ട് ഉദ്ദേശിച്ച ലുഖ്മാൻ, ആരായിരുന്നു അവർ, എന്തായിരുന്നു അവരും അവരുടെ മോൻ ഉണ്ടല്ലോ അവരുമായി പറഞ്ഞ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ വസീയത്തുകളൊക്കെ, ആ ഒരു ചരിത്രം ആർക്കാണ് അറിയുക? അവരൊന്ന് കൃത്യമായിട്ടതൊന്ന് കമൻറ്റ് ബോക്സിലിട്ടാൽ എല്ലാവർക്കും വായിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെയെന്ന്. പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്കും ചെറിയൊരു പണി. സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞ ലുഖ്മാനുൽ ഹക്കീം, അദ്ദേഹത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം വിശദമായി തന്നെ നിങ്ങളൊന്ന് എഴുതി അയക്കൂ, കാണട്ടെ, എല്ലാവരും വായിക്കട്ടെ. ഇൻഷാ അള്ളാഹ്. വലിയ ചരിത്രമാണ്. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് കൊടുത്ത വസീയത്തുകൾ എന്ന പേരിൽ പുസ്തകം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം ബൃഹത്താണ്, അത്രമാത്രം വലുതാണ് സംഭവങ്ങളൊക്കെ. ഓക്കെ, നമുക്കേതായാലും തഫ്സീറോ അല്ലെങ്കിൽ ചരിത്രങ്ങളോ വിശദമായുള്ള പഠനത്തിന് ഇത് അവസരമല്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ പാരായണത്തിലേക്ക് വരാം. ഓതാം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون
ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم. ഓക്കെ അലിഫ് ലാം മീം. എങ്ങനെ ഓതണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? എങ്ങനെ ഓതണം? ലാമിനും മീമിനും മദ്ദുൽ ലാസിം നൽകിക്കൊണ്ട് അലിഫ് ലാം മീം. ലാമിലെ മീമിൽ ഇദ്ഗാം ചെയ്ത് അലിഫ് ലാം മീം. അങ്ങനെ തന്നെ ആവണമെന്ന് നമ്മൾ പാടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ആവണം. അല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം പാടില്ല. തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ? ഇങ്ങനെ ധാരാളം വന്നിട്ടുണ്ട്. അത് കുറേ പറയാനൊന്നുമില്ല. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരിചയമുള്ള പദങ്ങളും ആയത്തുകളും നമുക്ക് വിശദീകരിക്കേണ്ടതില്ല. അതങ്ങ് പറഞ്ഞു പോയാൽ മതി, ബാക്കി വിശദീകരിച്ചാൽ മതി. ഓക്കെ. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ്. ലഹ്വൽ ഹദീസി, അവിടെ ലഹ്വ് ആകാൻ പാടില്ല, അവിടെ ഹ ആണ്. എന്നാലോ അൽ ഹദീസ് എന്നിടത്ത് ഹ തന്നെ ആവുകയാണ്. ലഹ്വൽ ഹദീസി. നോക്കിയാൽ ലഹ്വൽ ഹദീസി, അപ്പോൾ രണ്ടും ഹ ആയി, പറ്റൂല. ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا. ഉദുനൈഹി എന്ന് പറയുമ്പോൾ ദാലിൻ്റെ ദമ്മ് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. ഈ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം പലപ്പോഴും കഴിഞ്ഞു വന്നതാണെങ്കിലും അതുപോലുള്ളവ വീണ്ടും വീണ്ടും പറയാൻ തോന്നുക. ഒന്ന് ഫബശ്ശിർ എന്ന റായിനെ റായിനെ തർഖീഖ് ചെയ്യണം. രണ്ട്, അവിടെ ഹു എന്നത് ഹാ ഉദ്ദമീറിനെ നീട്ടാൻ ഒരിക്കലും പറ്റില്ല. ഫബശ്ശിർഹു ബിഅദാബിൻ പലരും നീട്ടുന്നുണ്ട്. ബിഅദാബിൻ കഴിഞ്ഞ് അലീം എന്നാണ്. ഹംസ കളഞ്ഞ് ഐന് കൊടുത്ത് അലീം അലീമായി മാറുന്നു. അദാബിനു പിറകെ അലീമാണുള്ളത്. പലരും ഐനായി പറയുന്നു. പലരും പറയുന്നുണ്ട്, പക്ഷെ തെറ്റാണ്. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ പടച്ചോനെ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖ്ഖാ വഹുവൽ അസീസുൽ ഹകീം. ബാക്കി ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ
وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. രണ്ടാമത് നോക്കി. خلق السماوات بغير عمد ترونها وألقى എന്ന് പറഞ്ഞത് അൽഖോ ആയിട്ട് അൽ ആവരുത്, അൽ ലാമ് തന്നെ മതി. ഓക്കെ. റവാസിയ അൻ തമീദ ബിക്കും വബസ്സ ഫീഹ, ബസ്സല്ലട്ടോ, വബസ്സ സായാണേ, മിൻ കുല്ലി ദാബ്ബ, മദ്ദുൽ ലാസിം കലിമി മുസഖൽ. ഓക്കെ. وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. ലുഖ്മാനുൽ ഹക്കീം അവരെക്കുറിച്ച് ചരിത്രത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. മകനോട് കൊടുത്ത ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ. وَلَقَدْ آتَيْنَا لُقْمَانَ الْحِكْمَةَ أَنِ اشْكُرْ لِلَّهِ وَمَنْ يَشْكُرْ فَإِنَّمَا يَشْكُرُ لِنَفْسِهِ وَمَنْ كَفَرَ فَإِنَّ اللَّهَ غَنِيٌّ حَمِيدٌ. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. ഓക്കെ. وَلَقَدْ آتَيْنَا لُقْمَانَ الْحِكْمَةَ أَنِ اشْكُرْ لِلَّهِ وَمَنْ يَشْكُرْ فَإِنَّمَا يَشْكُرُ لِنَفْسِهِ وَمَنْ كَفَرَ فَإِنَّ اللَّهَ غَنِيٌّ حَمِيدٌ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നിങ്ങൾ എഴുതി അയച്ചു തരേണ്ടത്. ഏത്? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവർ തൻ്റെ മകനോട് കൊടുത്ത ഉപദേശങ്ങൾ. إذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله. ഒന്നാമത്തത് അത് തന്നെയാണ്. ഷിർക്ക് പാടില്ല മോനെ, ഇബാദത്തിൽ മറ്റൊരാളെയും പങ്കുചേർക്കരുത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം. അല്ലേ? നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊക്കെ ഇബാദത്ത് അള്ളാഹു തആലാക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇബാദത്തിന് നമ്മൾ മലയാളത്തിൽ ആരാധന എന്ന് പറയും. അല്ലേ? ആരാധന അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിന് മാത്രമേ ആരാധിക്കുന്നുള്ളൂ ഉറപ്പായും. കാരണം ഇലാഹ് അള്ളാഹ് എന്ന് പറയുന്നത് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബാണ്. ആ റബ്ബിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന തികഞ്ഞ ബോധം നമുക്കുണ്ട് ഉറപ്പായും. അതുകൊണ്ട് ആ റബ്ബിന് മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ആരാധിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇബാദത്ത് അല്ലാഹു തആലക്ക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാഹു അല്ലാത്ത
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ നമ്മൾ നന്നായിട്ട് ആദരിക്കുന്നുണ്ട്, നല്ലോണം ആദരിക്കുന്നുണ്ട്. ആരാധിക്കണില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. ആദരിക്കൽ ആരാധിക്കൽ രണ്ടും രണ്ടാണ്, തീർച്ചയായും രണ്ടാണ്. ആരാധന അള്ളാഹുവിന് മാത്രം, ആദരവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത്, നബി തങ്ങളുടെ കുടുംബക്കാർ, തങ്ങന്മാർ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, അല്ലേ? അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ആദരിക്കുന്നു. നമ്മൾ ആദരിക്കുന്നത് കണ്ടിട്ട് ചില ആളുകൾ പറയുന്നു നിങ്ങൾ ആരാധിക്കുകയാണ്. ചെയ്യണം നമ്മൾ പറയാണ് ഇല്ല ഞങ്ങൾ ആരാധിക്കുകയല്ല ഞങ്ങൾ ആദരിക്കുകയാണ്. അല്ലല്ല, നിങ്ങൾ ആരാധിക്കുന്നതാണ് എന്ന് വേറൊരു ടീമും. പാവം അല്ലേ? അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മളല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ ആദരിക്കുകയാണ്. ആദരവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർ പറഞ്ഞാൽ അനുസരിക്കും, അല്ലേ? പല സംഗതികളുണ്ട്, അതൊക്കെ ആദരവാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് കൊടുക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. ആ ഖുർആനാണ് നമ്മൾ ഓതുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ആരാധിക്കും? നമ്മളൊന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. അത് അളീമായ ദുൽമാണ് കേട്ടോ, പൊറുക്കൂല റബ്ബ്. ബാക്കി നോക്കി. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. ഇതതുപോലെ ചെറിയൊരു സംഭവമൊന്നുമല്ല. നിങ്ങൾ നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു തആലാക്ക് അനുസരിക്കണം, അള്ളാഹു തആലാനെ ആരാധിക്കണം, അള്ളാഹു തആലാക്ക് നിങ്ങൾ നന്ദി ചെയ്യണം എന്നു പറഞ്ഞ തൊട്ടുടനെ പറയുന്നത് മാതാപിതാക്കൾക്കാണ്. ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഈ ഭൂമിയിലെ നമുക്കതിനു മാത്രം കടപ്പാടുള്ള ആൾ, പ്രത്യേകിച്ച് ഉമ്മ. ആരോടാ നബി എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് ചോദിച്ചപ്പോൾ ഉമ്മുക്ക, പിന്നെയോ ഉമ്മുക്ക, പിന്നെയോ ഉമ്മുക്ക, പിന്നെയോ അബൂക്ക്, അല്ലേ? അത് ചെറിയൊരു സംഭവം ഒന്നല്ല. അതിപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകളും ഉമ്മമാരായതുകൊണ്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വഹ്നൻ അലാ വഹൻ, കഷ്ടപ്പാടും പ്രയാസവും, വഫിസാലുഹു ഫി ആമൈൻ, പിന്നെ അതിൻ്റെ ശേഷം ഉള്ള അവസ്ഥകളൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടും ത്യാഗവും പ്രയാസവും ഒക്കെ സഹിച്ചാണ് ആ ഉമ്മ തൻ്റെ മോനെ, തൻ്റെ മോളെ ഗർഭം ചുമന്ന് പ്രസവിച്ച് കുട്ടിയൊന്ന്, അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ചിറകും തൂവലും വെച്ച് പാറി നടക്കാൻ പ്രായമെന്ന്. ആ ഒരു പ്രായത്തിലേക്ക് എത്തുന്നത് വരെ ഈ ഉമ്മ ഈ കുഞ്ഞിനെ നോക്കി വളർത്തി വലുതാക്കുന്നതിലുള്ള സാഹസം, പ്രയാസം എത്ര വലുതാണ്, എത്ര വലുതാണ്. അല്ലാഹ് നമ്മളെ ഉമ്മമാർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മളാക്കിയത് നമ്മളെ ഉമ്മമാരാണ്, നമ്മളെ ഉപ്പമാരാണ്. അള്ളാഹു തആല നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും വല്യുമ്മമാർക്കും വല്യുപ്പമാർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അപ്പോൾ എന്താ പറയണത്? മാതാപിതാക്കളെ അനുസരിക്കണം. അത് മാത്രം അവർ ചെയ്ത, നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ ഒരു കോടിയിൽ ഒരംശം പോലും തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. അനിഷ്കുർലി, ഓക്കെ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലി വാലിദൈക്, നിങ്ങളെ മാതാപിതാക്കൾക്കും. അള്ളാഹു പറയണേ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കൾക്കും ട്ടോ എന്ന് പറയണമെങ്കിൽ ആലോചിച്ച് നോക്കിയേ എത്രമാത്രമാണ് കടപ്പാട്, ബാധ്യത. നോക്കിയേ, ഇനി ഒരുപാട് കാര്യം പറയണ്ടു. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. ഇതിൻ്റെ ആ ഉപദേശങ്ങൾ മുഴുവൻ നിങ്ങളെ അറിയുന്നവരൊക്കെ ഒന്ന് എഴുതിയിടണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ബാക്കി നോക്കിയേ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ
فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. ഉപദേശങ്ങൾ യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എഴുതി അയക്കണം. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഈ ഖബീറിൽ നിർത്തുമ്പോഴേ ശ്രദ്ധിക്കണം കേട്ടോ. റാ തർഖീഖ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. അല്ലേ? നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണം. നല്ല കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം, അറിയിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. വൻഹ അനിൽ മുൻകർ, വേണ്ടാത്തത് കണ്ടാൽ കഴിയുന്ന വിധത്തിൽ അതിനെ പ്രതികരിക്കണം. വേഗം പോയി എടുത്ത് ചാടിയിട്ട് ഒന്നങ്ങോട്ട് കൊടുക്കലല്ല. അതിനൊക്കെ സ്റ്റെപ്പുകളുണ്ടല്ലോ, സാഹചര്യവും സന്ദർഭമൊക്കെ നോക്കിയിട്ട്. ഓക്കെ. വസ്ബിർ അലാ മാ അസാബക്. അല്ലേ? പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ വരും. മനുഷ്യന്മാരല്ലേ, ദുന്യാവിലല്ലേ ജീവിക്കുന്നത്. ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ. വല്ലാതെ താഴ്ന്ന് ഒന്നിനും 5 കായ്ക്കില്ലാത്തവെന്ന് പറയലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അങ്ങനെ ആളുകളുടെ ഇടയിൽ എന്താ പറയുക, വളരെ മോശമായിട്ട് എന്താ ഇപ്പോൾ ഇതിന് പറയുക അല്ലേ? അങ്ങനെ എന്ത് ചെയ്യരുത്, കഴിഞ്ഞുകൂടരുത്. വലാ തംശി ഫിൽ അർളി മറഹ. അഹങ്കാരവും എന്താ പറയുക, പഴയ കാലത്ത് ഉസ്താദുമാരൊക്കെ മോട്ട് കാട്ടുക എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പറയാറുണ്ട് അല്ലേ? ഞാൻ തന്നെ ഉണ്ട് അത്യാവശ്യത്തിന് എന്ന ആ ഒരു ഭാവം, അഹം ഭാവം. അങ്ങനെയൊന്നും നടക്കല്ലേന്നേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു തആലാക്ക് അതൊന്നും ഇഷ്ടമല്ല, താല്പര്യമല്ല. വഖസിദ് ഫീ മശ്യിക വഗ്ദുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഓക്കെ, ബാക്കി കൂടെ ഓതാം. അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور نمتعهم قليلا ثم نضطرهم إلى عذاب غليظ. Okay. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان യദ്ഊഹും ഇലാ അദാബിസ് സഈർ. ശ്രദ്ധിക്കണം കേട്ടോ. അവിടെയൊക്കെ
ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور. ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور. نمتعهم قليلا ثم نضطرهم إلى عذاب غليظ. ലാ ആണ് കൽക്കല വരാതെ നിൽക്കണം. ولئن سألتهم من خلق السماوات والأرض ليقولن الله قل الحمد لله بل أكثرهم لا يعلمون. لله ما في السماوات والأرض إن الله هو الغني الحميد. ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده 7 أبحر ما نفدت كلمات الله إن الله عزيز حكيم. ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير. ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. Okay. ولئن سألتهم من خلق السماوات والأرض ليقولن الله قل الحمد لله بل أكثرهم لا يعلمون. لله ما في السماوات والأرض إن الله ഈ അള്ളാഹ പറയുന്നതൊക്കെ ശ്രദ്ധിക്കാനുള്ളത് ഇന്നല്ലാഹോ ഹോ എന്നാവരുത്. ഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്. ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده 7 أبحر ما نفدت كلمات الله إن الله عزيز حكيم. ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير. ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو الغني الكبير. ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور. وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا إلا كل ختار كفور. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا
وما تدري نفس بأي أرض تموت إن الله عليم خبير صدق الله العظيم. Okay. ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته. ഒരു വലിയ സംഭവം തന്നെയാണ് അല്ലേ? കപ്പൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുരക്ഷിതമായി കടലിലൂടെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുക്കുകയാണ്. എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട്. കപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ തോണിയൊന്നും വിചാരിക്കല്ലേ, 10, 20, 25 നിലകളുള്ള അല്ലേ, ആ മുകളിലേക്ക് എത്ര പൊങ്ങുന്നോ അതിനനുസരിച്ച് ആവശ്യമായ അത്രയും അളവ് താഴേക്കും, എന്നിട്ട് അങ്ങനെ പോവാ. ഇത് നിയന്ത്രിക്കുന്നവൻ സംവിധാനിച്ചവൻ ആരാ? റബ്ബ് സുബ്ഹാനഹു വ തആല. അതൊക്കെ അള്ളാഹുവിൻ്റെ ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരാനാണ്. അല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. നല്ലോണം ചിന്തിക്കാനുണ്ട് അതിലൊക്കെ. വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. നല്ലോണം 3-4 തവണ ഓതി ക്ലിയറാക്കിയാൽ മാത്രമേ ഇത് കൃത്യമായി ഓതാൻ കഴിയൂ. ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير صدق الله العظيم. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, നിൻ്റെ പരിശുദ്ധമായ കലാം ഖുർആൻ ഞങ്ങൾ ഇത്രയും സമയം ഓതി കേട്ടു. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നിമിത്തമായി നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. സന്തോഷവും റാഹത്തും റഹ്മത്തും ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ തഅല്ലുമിലും തഅലീമിലും ഞങ്ങളുടെ മഈശത്തിൻ്റെ അസ്ബാബുകളിലും ജോലികളിലും ബിസിനസ്സുകളിലും യാത്രകളിലും വാഹനങ്ങളിലും വീടുകളിലും എല്ലാം പടച്ച റബ്ബേ നിൻ്റെ കാവൽ നൽകണേ അല്ലാഹ്. ദുആ കൊണ്ടേൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്. ഷർറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും, ഈ തദ്രീബ് കുടുംബത്തിലെ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക